സീത തന്നെ ഈ ജ്യൂസ് കൊണ്ടു കൊടുക്കണോ അത്രേ. ഒരാൾക്ക് വയ്യാന്ന് പറയുമ്പോ അത് മനസ്സിലാക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അതെങ്ങനെയാ? കണ്ണീ ചോര വേണ്ടേ? അയ്യോ, ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പോവാ. വിളിച്ചിട്ട് നേരം കുറെ ആയല്ലോ. നിന്റെ സൗകര്യത്തിനല്ല വരാനുള്ളത്. അതെങ്ങനെയാ? സ്വയം മഹാറാണി ചമഞ്ഞ് നടക്കുകയല്ലേ? എല്ലാത്തിനും കൂടി ഒരു ദിവസം വച്ചിട്ടുണ്ട് ഞാൻ. ആ പിന്നെ എനിക്കൊരു ജ്യൂസ് വേണം. ഇപ്പൊ കൊണ്ടുവരാം. നിക്ക്. ജ്യൂസും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാനുള്ളത് നീയല്ല. ആ മജിസ്ട്രേറ്റ് ആവാൻ വേണ്ടി പഠിക്കുന്നവളുടെ തള്ളയുണ്ടല്ലോ, സീത. അവൾ കൊണ്ടുവരട്ടെ ജ്യൂസ്. അവളും ഇവിടെ എന്റെ ശമ്പളം പറ്റുന്നുണ്ടല്ലോ. അത് സീതയ്ക്ക് നല്ല സുഖമില്ല. പോരാത്തതിന് ശ്വാസമുട്ടുണ്ട്. അതിന് അല്ല, നല്ല ശ്വാസമുട്ടുള്ളതുകൊണ്ട് സീതയ്ക്ക് പടി കയറാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി. സീത തന്നെ എനിക്ക് ജ്യൂസ് കൊണ്ടുവന്നിരിക്കണം. എഴഞ്ഞിട്ടാണെങ്കിലും നിരങ്ങിയിട്ടാണെങ്കിലും അതെനിക്കൊരു വിഷയമേ അല്ല. മാസാമാസം ശമ്പളമാണ് എണ്ണിക്കൊടുക്കുന്നത്. പോരാത്തതിന് 3 നേരം ശാപ്പാടും. അന്യന്റെ കാശിൽ മോളെ കൊമ്പത്തെ വക്കീലാക്കാൻ പഠിപ്പിക്കുമ്പോ വീട്ടില് ജോലി ചെയ്യാൻ ആള് വേണോന്നുള്ള ഓർമ്മ കൂടി വേണം. മര്യാദയ്ക്ക് സീതയോട് ജ്യൂസ് കൊണ്ടുവരാൻ പറയും. വേഗം വേണം. ആ ഡീഡി ഉണ്ടല്ലോ, ദക്ഷ ദയാശങ്കർ, അവൾ ഒറ്റൊരുത്തി ഇത് മൊത്തം ചെയ്ത് കൂട്ടിയത്. അവളെ ഡീഡിന്നല്ല വിളിക്കേണ്ടത്, ഡീഡിറ്റി പൊടിയുന്ന. എന്റെ വാചൊറിഞ്ഞു വരുന്നുണ്ട്. എന്റെ യഥാർത്ഥ സ്വഭാവം എടുത്തിരുന്നെങ്കിൽ അവൾ ഇന്നത്തോടെ ഇവിടുത്തെ പഠിത്തം നിർത്തി പോയേനെ. ഇയാളുടെ വായിൽ എന്താ പഴം തിരികെ വെച്ചിരിക്കുവാണോ? എടോ, ഇയാളോട് ഞാൻ പറയുന്നേ, എന്തെങ്കിലും ഒന്ന് പറ. ആവശ്യത്തിന് ഇയാള് വായിട്ടളിക്കുന്നുണ്ടല്ലോ, അത് കേട്ടാ പോലെ ഞാൻ. ഓ, വായിട്ടളിക്കാത്തൊരു മാന്യൻ, ഒരു ഡ്രൈവർ. പിന്നെ എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ടിഡിറ്റിയുടെ കുടുംബത്തില് എല്ലാവരും മോശക്കാരല്ല കേട്ടോ. ആ ടിഡിയുടെ ആങ്ങളില്ലേ, ആ സ്മാർട്ടും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, എന്തൊരു ഹാൻസം ആണെന്നറിയോ അയാളെ കാണാൻ. തന്നെ പോലെയൊന്നും അല്ല കേട്ടോ, മൊത്തത്തിലൊരാണിന്റെ തലയെടുപ്പുണ്ട്. എന്തൊരു സ്നേഹം, എന്തൊരു വിനയം, എന്തൊരു ബഹുമാനം, എന്തൊരു ഭംഗിയാ. ആ
താൻ നമ്മുടെ വെളിപ്പുറ അമ്പലത്തിലെ ഉത്സവത്തിന് പാമ്പാടി രാജൻ തലയെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പലരും അടിച്ച് പാമ്പായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതല്ലടോ, പാമ്പാടി രാജൻ ഗജവീരൻ. ഓ, അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു അന്തസ്സാ. ഒരു കുട്ടി പാമ്പാടി രാജൻ വരുന്നത് പോലെ തോന്നും ഡിഡിയുടെ ആങ്ങള് വരുന്നത് കണ്ട. തന്റെ മുഖം കണ്ട ഒരു ചത ഞാനിരിക്കുന്ന പോലെ തോന്നും. നിന്റെ പറയിപ്പിക്കലുണ്ട്. ഡിഡിയുടെ ആങ്ങള് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ദുൽഖർ സൽമാൻ തോറ്റു പോകും. നീ ആരാണ് ഈ ഫോൺ ചെയ്യുന്നത്? കൊറേ നേരമായല്ലോ. ചേട്ടാ ഞാൻ നിർത്തടാ. റോഡിന്റെ മറ്റവനോ വഴിയാണോ? റോഡിൽ കൂടെ നടക്കാൻ പാടില്ലേ? മിണ്ടരുത്. അടിച്ചിന്റെ കരണം പൊടിച്ചളയും ഞാൻ. യൂസ്ലെസ്. ഞാൻ എന്ത് ചെയ്ത്? നോക്കി പോടാ. ഓരോരുത്തന്മാരെ കുറ്റം പറിച്ച് ഇറങ്ങിക്കോളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാചകടിക്കാൻ. എന്തൊരു ചൂട്. നന്നായിട്ട് തണുക്കുന്നുണ്ടല്ലോ. ചൂട് കാറിനകത്തല്ല, എന്റെ ചങ്കിനകത്താ. സീത തന്നെ ഈ ജ്യൂസ് കൊണ്ടു കൊടുക്കണോ അത്രേ? ഒരാൾക്ക് വയ്യാന്ന് പറയുമ്പോ അത് മനസ്സിലാക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അതെങ്ങനെയാ? കണ്ണീ ചോര വേണ്ടേ? അയ്യോ, ദേ ഇപ്പൊ തന്നെ നന്നായി ശ്വാസം മുട്ടുന്നുണ്ട്. ഇനി ഇതും പിടിച്ചോണ്ട് പടി കേറിയല്ലേ ശ്വാസം മുട്ട് കൂടും. കോണിപ്പടിയുടെ മുകളിൽ വരെ ഞാൻ കൊണ്ടുവന്ന് തരാം. സീതേ, ഞാൻ പിടിക്കാം. ഇങ്ങത്താ.